ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? എന്നാൽ ലൈറ്റ്സ് ഓഫ് മൈൻഡ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. പെരുന്തച്ചൻ തൻ്റെ സ്വന്തം മകനെ ഉളിയെറിഞ്ഞു കൊന്ന ക്ഷേത്രം, പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം, സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ട ഗണപതി വിഗ്രഹം എന്നിങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം. അറിയാം ശ്രീ ഒളിയന്നൂർ മഹാദേവ ക്ഷേത്രത്തെപ്പറ്റി. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ഒളിയന്നൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ക്ഷേത്രം. ഒളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഒന്നല്ല, രണ്ട് ക്ഷേത്രങ്ങളടങ്ങുന്ന ഒരു സമുച്ചയമാണ്. ഒന്ന് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മാടത്തിലപ്പൻ ക്ഷേത്രവും, രണ്ട് പെരുന്തച്ചൻ പണികഴിപ്പിച്ച ശ്രീ ഒളിയന്നൂർ മഹാദേവ ക്ഷേത്രവും. മാടത്തിലപ്പൻ ക്ഷേത്രം BC 525 പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവക്ഷേത്രങ്ങൾ ഒന്ന്. അന്നത്തെ തദ്ദേശീയ ബ്രാഹ്മണരുടെ നിർദ്ദേശപ്രകാരമാണ് പരശുരാമൻ ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വാസം. ഒറ്റ നോട്ടത്തിൽ പണിതീരാത്ത ഒരു ക്ഷേത്രമായിട്ടാണ് നമുക്കതിനെ തോന്നുക. ഇതിന് പിന്നിൽ ഒട്ടനവധി കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും പണ്ട് മോഷണം നടത്താൻ വന്ന കള്ളന്മാർ ക്ഷേത്രം തീയിട്ട് നശിപ്പിച്ചു എന്നാണ് വിശ്വാസം. 18 അടിയോളം ഉയരത്തിലുള്ള ശ്രീകോവിലാണ് മാടത്തിലപ്പൻ വാഴുന്നത്. മാടത്തിലപ്പൻ ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായിട്ടാണ് സ്വയംഭൂവായ മഹാഗണപതിയും കുടികൊള്ളുന്നത്. ഇതിന് പിന്നെ രസകരമായ ഒരു കഥയുണ്ട്. പണ്ട് കന്നിമൂലയിലായിരുന്നു ഗണപതി പ്രതിഷ്ഠ. ഒരിക്കൽ ഗണപതി വിഗ്രഹം അപ്രത്യക്ഷമായി. ദേവപ്രശ്നത്തിൽ മാതാപിതാക്കൾക്ക് ആദ്യം നിവേദ്യം നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് മൂപ്പര് അപ്രത്യക്ഷനായത് എന്നാണ് തെളിഞ്ഞത്. ഇനി മുതൽ പുത്രന് നൽകിയതിനു ശേഷം മാത്രം തങ്ങൾക്ക് നിവേദ്യം നൽകിയാൽ മതിയെന്ന് ശിവപാർവതിമാർ സമ്മതിച്ചു. അങ്ങനെ ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ക്ഷേത്ര നിലവറയ്ക്കുള്ളിൽ സ്വയംഭൂവായി ഗണപതി പ്രത്യക്ഷപ്പെട്ടു. അപ്പം വഴിപാടാണ് ഗണപതിക്ക് ഏറ്റവും പ്രിയങ്കരമേറിയ വഴിപാട്. അപ്പം വഴിപാട് നേർന്നു പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഇല്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അതിലൊരാളാണ് ഞാനും. ഉളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. മാടത്തിലപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 20 മീറ്ററോളം മാറിയാണ് പെരുന്തച്ചൻ ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. മാടത്തിലപ്പൻ ക്ഷേത്രത്തിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാനുണ്ടായ ഒരു കാരണമെന്ന് ഒരു ഐതിഹ്യമുണ്ട്. വളരെ ഉയർന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പെരിയാറ്റിന്റെ ഒരു ഭാഗം ഉയർത്തി എടുത്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഒരു വിശ്വാസമുണ്ട്. പരമശിവൻ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന മൂർത്തിയും. കിഴക്കോട്ട് ദർശനമായുള്ള ഈ ക്ഷേത്രത്തിൽ ഒരേ ശ്രീകോവിലിൽ തന്നെ അനഭിമുഖമായി, അതായത് കിഴക്കോട്ട് ദർശനത്തിൽ പരമശിവനും പടിഞ്ഞാറോട്ട് ദർശനത്തിൽ പാർവതി ദേവിയും കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിൽ പെരുന്തച്ചന്റെ അസാമാന്യമായ ഭാവനയും കരവിരുതും നമുക്ക് ആവോളം കാണാൻ സാധിക്കും. കേരള തനിമയിൽ പെരുന്തച്ചൻ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ വൃത്താകൃതിയിലുള്ള ശ്രീകോവിൽ വളരെ വിസ്തൃതിയുള്ളതാണ്. 64 കലകളെയും 4 വേദങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 68 കഴുക്കോലുകൾ ഒരൊറ്റ ആരുടത്തിൽ ബന്ധിപ്പിച്ച് 42 മീറ്റർ ചുറ്റളവിലാണ് ഈ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപം പണിയുമ്പോഴാണ് കുടം പിടിപ്പിച്ചുകൊണ്ടിരുന്ന പെരുന്തച്ചൻ താഴെ കഴുക്കോല് തട്ടിക്കയറ്റിക്കൊണ്ടിരുന്ന തൻ്റെ സ്വന്തം മകനെ അസൂയ മൂലം ഉളിയെറിഞ്ഞു കൊന്നത് എന്നാണ് ഐതിഹ്യം. ഒരൊറ്റ രാത്രി കൊണ്ട് ഭൂതഗണങ്ങൾ പണിതുയർത്തി എന്ന് വിശ്വസിക്കുന്ന ചുവന്ന വെട്ടുകല്ലിനാൽ പണിതീർത്ത 12 അടിയുള്ള ചുറ്റുമതിലാണ് ക്ഷേത്രത്തിനുള്ളത്. അതിൽ പലതും ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈസൂർ സുൽത്താനായ ടിപ്പുവിന്റെ പടയോട്ട കാലത്തുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ കുറച്ചൊന്നുമല്ല ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. സോപാനത്തിനരികിലുള്ള ദ്വാരപാലകരുടെ പ്രതിഷ്ഠകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കരിങ്കല്ലിനാൽ തീർത്ത
കാളക്കൂറ്റന്റെ വലിപ്പമുള്ള നന്ദികേശ പ്രതിഷ്ഠയെയും നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഐതിഹ്യ കഥകളിൽ ഏറ്റവും അധികം പരാമർശിക്കുന്ന പെരുന്തച്ചന്റെ കുളനിർമ്മാണം നടന്നത് ഇവിടെയാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പാങ്കുളം എന്ന പേരിലാണ് ഈ കുളം അറിയപ്പെടുന്നത്. ഒരിക്കൽ ഗ്രാമവാസികൾ പെരുന്തച്ചനോട് കുളം നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഒരു വിഭാഗം കരയ്ക്കാർ കുളം വട്ടത്തിൽ വേണമെന്നും മറ്റു ചിലർ ത്രികോണത്തിലും മറ്റു ചിലർ ചതുരത്തിലും വേണമെന്നും ആവശ്യപ്പെട്ടു. ഇതിൻ പ്രകാരം ഒരു ഭാഗം ചതുരത്തിലും ഒരു ഭാഗം ത്രികോണത്തിലും ഒരു ഭാഗം വട്ടത്തിലുമായി പെരുന്തച്ചൻ കുളം പണിതു. ഈ കുളത്തിലിറങ്ങിയാൽ ദിക്കേതാണെന്ന് മനസ്സിലാവുകയില്ല. ബ്രാഹ്മണർക്കാവട്ടെ കിഴക്ക് ദിക്ക് നോക്കി വേണം പ്രാർത്ഥനകൾ നിർവഹിക്കാൻ. ക്രമേണ ആ കുളത്തിന്റെ ഉപയോഗം ഇല്ലാതെയായി. പെരിയാർ ക്ഷേത്രത്തിനരികിലൂടെ ഒഴുകിയപ്പോൾ ആ കുളത്തിന്റെ ആവശ്യം പൂർണ്ണമായും ഇല്ലാതെയായി. ഇപ്പോൾ പുളിഞ്ചുവിട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കുളം ഉണ്ടായിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ആ കുളം നികത്തി റെയിൽപാളം പണിതു എന്നാണ് പറയപ്പെടുന്നത്. ആ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ഒരിക്കലെങ്കിലും ആ ക്ഷേത്രം പോയി ഒന്ന് കാണണം. പരശുരാമന്റെയും പെരുന്തച്ചന്റെയും ഐതിഹ്യങ്ങളും തെക്കോട്ട് ദർശനമുള്ള സ്വയംഭൂ ഗണപതിയും ടിപ്പുവിന്റെ പടയോട്ടകാലത്തെ ചരിത്രമുറങ്ങുന്ന ആ മണ്ണും അതിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് അതൊരു പ്രത്യേക അനുഭൂതിയാണ്. ഇതുപോലുള്ള ക്ഷേത്രങ്ങളും ആ ക്ഷേത്ര ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു പല ആരാധനാലയങ്ങളെക്കുറിച്ചോ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി.